എന്റെ കയ്യിൽ ഒരു കമ്പനിയുടെ ഇത്രയും ഷെയർസ് ഉണ്ടെന്ന് പറയുന്നതാണോ, അതോ എനിക്ക് പാം ജുമേർ അല്ലെങ്കിൽ ഡൗൺ ടൗൺ പോലുള്ള ലൊക്കേഷനിൽ നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നതാണ് പ്രൗഡ് മൊമെന്റ്? പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുറെ അസറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. അപ്പൊ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഗോൾഡ് ആയിക്കോട്ടെ, ഇപ്പൊ ഗോൾഡ് എന്റെ കയ്യിൽ ഇപ്പം സർട്ടൻ എമൗണ്ട് ഓഫ് ഗോൾഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ ഗോൾഡ് ആണെങ്കിൽ പോലും എന്റെ ഇത്രയും ഗോൾഡ് ഉണ്ടെന്ന് പറയുന്നതാണോ, എന്റെ കയ്യിൽ ഈ ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടി, ഇപ്പൊ ഒരു 5 ബെഡ്റൂം ഇല്ല എന്റെ കയ്യിൽ പാം ജുമേറിൽ അല്ലെങ്കിൽ ദുബായ് ഹിൽസിൽ അല്ലെങ്കിൽ ഡൗൺ ടൗൺ ഉണ്ട്, ഡൗൺ ടൗണിൽ നല്ല അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറയുന്നതാണോ എന്ന് ആലോചിച്ചോ. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. മാക്സിമം പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്ക് എന്നും ഒരു അപ്പർ ഹാൻഡ് ഈ ഭൂമിയിലുണ്ട്. കാരണം അതൊരു റിയൽ അസറ്റ് ആണ്, അതിന് എന്നും ഒരു വാല്യൂ ഹോൾഡ് ചെയ്യും. ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് ഓവർ ടൈം അപ്രീഷിയേറ്റ് ആവുമെങ്കിൽ പോലും അതിന് റിട്ടേൺസ് കിട്ടുന്നില്ലല്ലോ. നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്നും ഒരു റിട്ടേൺസ് കിട്ടുന്ന ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഭൂമിയിൽ. അപ്പോൾ അത് ഉണ്ടെന്ന് പറയുന്നത് എന്നും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അത് ഒരു അപ്പർ ഹാൻഡ്, ഒരുപാട് വസ്തു അല്ലെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടി ഉള്ള ഒരാൾക്ക് എന്നും ഭൂമിയിൽ ഒരു പവർ ഉണ്ട്, അവർക്ക് അപ്പർ ഹാൻഡ് ഉണ്ടാവും. കാരണം അവർ സേഫ് ആണ്, അവർക്കറിയാം എനിക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഓപ്ഷൻസ് എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ വേറെ പലതും